ഇന്ന് നമുക്ക് നല്ലൊരു മീൻ കറി ഉണ്ടാക്കാം. മുളകും മഞ്ഞളും ഉപ്പും പുരട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്നാലും ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനകത്ത് ഇത്തിരി ഉലുവ ഇട്ടു. ഒരു 1/4 ടീസ്പൂൺ ഉലുവയാണ് ഇട്ടേക്കണേ. ഇനി ഇഞ്ചി, പച്ചമുളക്, ചുവന്നുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയും കൂട്ടം എടുത്ത് അരിഞ്ഞ് വെച്ചിരുന്നതാണ്. അത് നമുക്ക് ഈ വെളിച്ചെണ്ണ ചൂടായതിലേക്ക് ഇടാം. ഉലുവ പൊട്ടി കഴിഞ്ഞപ്പോൾ അത് ഇട്ടു. ഇനി അത് ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ലോണം അതേ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾ പൊടി, മല്ലിപ്പൊടി ഇത്തിരി കോളം മതി, ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി മാത്രം. 3 കൂട്ടം കൂടി അതിനകത്തിട്ടൊന്ന് മൂപ്പിക്കാം. ഇതിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഒന്ന് മൂക്കട്ടെ. ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ഇടത്തരം തക്കാളി. ആ തക്കാളീനെ നമുക്ക് ഇതിൽ കൂടെ ഇട്ട് വഴറ്റാം. തക്കാളി ഇട്ട് വഴറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു അര കപ്പ് വെള്ളം, നമുക്ക് ആവശ്യത്തിന് ഇതെല്ലാം മുങ്ങി കിടക്കത്തക്ക വിധത്തിൽ ഇച്ചിരി അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ കിടന്ന് തിളയ്ക്കട്ടെ. തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് 2-3 കുടംപുളി ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആ കുടംപുളി അതിനകത്ത് കൂടെ ഇടാം. ഇതും കൂടി ഇട്ട് ഇനി നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ കേട്ടോ. ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പോഴാണ് നമ്മൾ ഉപ്പ് ഇടണത്. ഇനി ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ തിളയ്ക്കുമ്പോഴേക്കും ഈ മീൻ കഷ്ണം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണം ഇട്ട് നല്ലപോലെ വേവട്ടെ. വെള്ളം ഒരു കുറുതായി എണ്ണത് വരെ നമുക്ക് തിളയ്ക്കട്ടെ. അപ്പോൾ ഇത് നല്ല പാകമായിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യണം. എന്നിട്ട് ഒരു കമൻറ്റ് ഇടാം കേട്ടോ. ഓക്കെ.